പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ, വഫാത്തിനും വേദിയായ, ഹിജ്റയ്ക്ക് വേദിയായ റബീഉൽ അവ്വലിനോട് ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിന് പ്രത്യേകമായ ഒരാഭിമുഖ്യം, സ്നേഹം തോന്നിയാൽ അതൊരിക്കലും തെറ്റാവുകയില്ല എന്നെങ്കിലും മനസ്സിലാക്കിയാൽ ഈ സന്ദർഭങ്ങളിൽ പലപ്പോഴും ഉയർന്നു വരുന്ന വിവാദങ്ങൾ കരുതി ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോഴൊക്കെ നബിദിനാഘോഷം ഹറാമാണ്, ഷിർക്കാണ്, ബിദ്അത്താണ്. അതുപോലെ തന്നെ നബിദിനം ആഘോഷിച്ചില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, ബിദ്അത്താണ്, ഷിർക്കാണ്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള ഈ അർത്ഥശൂന്യമായ ഏറ്റുമുട്ടലുകളുമായി പോകുന്നതിന് പകരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ട ചില നാളുകളിലൂടെ നാം കടന്നു പോവുകയാണ്. എപ്പോഴും ഓർക്കുകയും എപ്പോഴും പറയുകയും എപ്പോഴും ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട റസൂലിനെ അതുപോലെ പറയാൻ, അതുപോലെ പാടാൻ, അതുപോലെ കേൾക്കാൻ, അതുപോലെ പ്രവർത്തിക്കാൻ കഴിയാത്ത നമ്മൾ ഈ ഒരു മാസത്തിൽ പ്രത്യേകമായി ശ്രമിച്ചാൽ എന്താ? ഒരു കുഴപ്പമില്ല. ഇവിടെ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഞാൻ പലപ്പോഴും സുന്നികളുടെ പള്ളികളിൽ പ്രസംഗിക്കാൻ പോയി. ഈ കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് 3-4 സുന്നികളുടെ ഏറ്റവും വലിയ പള്ളികളിൽ പ്രസംഗിച്ചിട്ടാണ് വന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ റബീഉൽ അവ്വൽ ഒരു ക്യാമ്പയിൻ തന്നെയായിരുന്നു, പുണ്യനബിയെ അറിയുക. റബീഉൽ അവ്വലിലെ ക്യാമ്പയിനായിരുന്നു. അങ്ങനെ ഇവിടെ സത്യത്തിൽ സംഘടനകളെ നമ്മൾ തെറ്റായി ധരിക്കുകയാണ്. നമ്മൾ ചില സംഘടനക്കാരാണെന്ന് വിചാരിച്ചിട്ട് റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യാമ്പയിൻ നടത്തുന്നു ജമാഅത്തെ ഇസ്ലാമി. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നുമല്ല നമ്മൾ വീറും വാശിയും കാണിച്ചുകൊണ്ട് ഉമ്മത്തിൻ്റെ ഇടയിൽ അനാവശ്യമായ ഐക്യത്തിൻ്റെ വാതിലുകളെ അടയ്ക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിൻ്റെ കൽപ്പനയ്ക്ക് എതിരാകാത്ത വിധത്തിൽ ഏതെങ്കിലും ഒരു സമയത്തിന് പ്രത്യേകമായ അമിത പ്രാധാന്യം കൽപ്പിച്ച് ഇത് ഇന്നത് ചെയ്താൽ ഇന്ന പുണ്യം ഇത്രയ്ക്കുണ്ടെന്ന് പ്രഖ്യാപിക്കാതെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ അമിതമായി വിമർശിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്തില്ല എങ്കിൽ അവരെ വിമർശിക്കാനോ മെനക്കെടുന്ന ആ പ്രവണത സംഘടനാ സങ്കുചിതത്വത്തിൻ്റെ പേരിൽ മലയാളക്കരയ്ക്ക് അധികമാണ് എന്നതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ്. പടച്ചതമ്പുരാൻ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.